സെന്നിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഓയിൽ ലീക്ക് ശരിയാക്കുന്നതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓയിൽ സീൽ എവിടെയാണ് കിട്ടുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ ഈ ഓയിൽ സീൽ എവിടെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഓമിനിയുടെ ഒരു കാർബറേറ്റർ കംപ്ലയിൻറ്റ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് കാണുക. കാർബറേറ്റർ ഓമിനി കേട്ടോ. രാവിലെ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുക, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. പിന്നെ ചോക്ക് വലിച്ചു വെച്ച് കുറേ നേരം ഓടിക്കഴിഞ്ഞാൽ സംഭവം ശരിയാവും. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ശരിയാവും. തണുത്തിരിക്കുമ്പോൾ ഒരു രക്ഷയില്ല, കാല് കൊടുക്കുമ്പോൾ വണ്ടി അപ്പം തന്നെ ഓഫായി പോകും. അതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ്. സ്റ്റാർട്ടാക്കും, കാല് കൊടുക്കുമ്പോൾ വണ്ടി നിന്ന് പോകും. കാർബറേറ്റർ ക്ലീൻ ചെയ്യാവുന്നതിൻ്റെ അങ്ങ് മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ ശരിയായില്ല. എന്നിട്ട് പിന്നെ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞു. റബ്ബറിൻ്റെ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്നിട്ടും ശരിയായില്ല. പുതിയൊരു കാർബറേറ്റർ. അപ്പോൾ ഈ പുതിയ കാർബറേറ്റർ കിട്ടും എന്നുള്ള കാര്യം തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ തന്നെയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓയിൽ സീലും ഉള്ളത്. അപ്പോൾ ഞാൻ കടയൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഈ കടയുടെ ലൊക്കേഷൻ ചൂണ്ടിയിൽ നിന്ന് കോലഞ്ചേരി പോകുന്ന വഴിക്ക് 10-ാം മൈൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ. എൻഡയർ ഓട്ടോ സ്പേസ്, ഇതാണ് കടയുടെ പേര്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലും ഉണ്ട്. അപ്പോൾ ഇവിടെ ആവശ്യമുള്ള എല്ലാ സാധനവും, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓയിൽ സീൽ, ചെറുകിട വണ്ടികളുടെ എല്ലാ സ്പെയറും ഇവിടെ കിട്ടും. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പും കൂടി ഇവിടെ ഉണ്ട്. കുറച്ച് സമയം മാത്രം കൊടുക്കുക, ആവശ്യമുള്ള സാധനത്തിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. ഇത് നമ്മുടെ ജിൻസേട്ടൻ, പുള്ളിയാണ് ഓർഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാർബറേറ്റർ വണ്ടികൾക്കും വരുന്ന ഒരു മെയിൻ പ്രശ്നമാണ്, രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ടാവും, എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നിന്നു പോകും. പിന്നെ ചില വണ്ടികളുണ്ട് സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ടാവില്ല. അപ്പോൾ ചോക്ക് വലിച്ച് വെച്ചിട്ട് സ്റ്റാർട്ടാക്കും, അപ്പോൾ സ്റ്റാർട്ടാവും. പക്ഷേ കാല് കൊടുക്കുമ്പോൾ നിന്നു പോകുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായിക്കുമ്പോൾ ശരിയാവുകയും ചെയ്യും. ചില വണ്ടികൾ ഒരുപാട് നേരം ചൂടായിക്കുമ്പോഴായിരിക്കും ശരിയാവുക, ചിലത് ജസ്റ്റ് ഓടിക്കുമ്പോൾ തന്നെ ശരിയാവും. അപ്പോൾ ഇതിൽ വരുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിന്റെ കംപ്ലയിന്റ് തന്നെയാണ്. ആക്സിലേഷൻ പമ്പ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ ചില കേസിലുണ്ട് ടൈമിംഗ് കറക്റ്റാണോ നോക്കണം, പിന്നെ നമ്മുടെ കറണ്ടിന്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കണം, പിന്നെ വാൽവ് ക്ലിയറൻസ് കറക്റ്റാണോ നോക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി അതിൻ്റെ ഒപ്പം ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിൽ ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്തു, പക്ഷേ ശരിയായില്ല. എൻ്റെ കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്തു, എന്നിട്ടും ശരിയായില്ല. എന്നിട്ടാണ് ഒരു പുതിയ കാർബറേറ്റർ അന്വേഷിച്ച് പോയത്. അങ്ങനെ ഒരു പുത്തൻ കാർബറേറ്റർ കസ്റ്റമർ തന്നെ മേടിച്ച് തന്നു. അപ്പോൾ പെട്രോൾ ടാങ്കിൻ്റെ അവസ്ഥയും ഫിൽറ്ററിൻ്റെ അവസ്ഥയും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം, എന്നിട്ട് കാർബറേറ്റർ മാറുക. അപ്പം നമ്മുടെ ഈ സ്പെയർ പാർട്സ് കടയിൽ ഒരുപാട് സാധനങ്ങൾ, കിട്ടാത്ത സാധനങ്ങൾ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഹുണ്ടായിയുടെയും മാരുതിയുടെയും ജെനുവിൻ പാർട്സ് അവിടെ ഉറപ്പായിട്ടും കിട്ടും. പിന്നെ വേറെ ഒരുപാട് ചെറുകിട വണ്ടികളുടെ സ്പെയർ ഏതെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കമൻറ്റിൽ ഇട്ടേക്കാം. അവരായിട്ട് കോൺടാക്ട് ചെയ്യുക, കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക, ആവശ്യമുള്ള സാധനത്തിന് മാത്രം അവിടെ വിളിക്കുക. തിരക്കുള്ള കടയാണ്, അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓയിൽ സീൽ വളരെ അടുത്ത് തന്നെ അവിടെ സ്റ്റോക്ക് വരും. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, എനിക്ക് തോന്നിയത് തിങ്കളോ ചൊവ്വയായിട്ട് അവിടെ സ്റ്റോക്ക് എത്തുമായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇല്ലാത്ത പക്ഷം അവരോട് തന്നെ പറയുക, എൻ്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ചെറിയ സ്പെയർ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സഹായം കൂടി ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഓക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ഓക്കെ.